ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എമർജിംഗ് സെക്ടറായി വളരുന്ന ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സർവീസ് സെക്ടർ, ഇലക്ട്രിക് വെഹിക്കിൾ, ഇൻഫ്ര തുടങ്ങിയ സെക്ടറിലെ ഹൈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളതും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതുമായ 3 സ്മാൾ ക്യാപ് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സിർമ CGS ടെക്നോളജി ലിമിറ്റഡ്, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ കമ്പനിയാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3% ഇടിഞ്ഞ് 454 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 8000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 82.73, ഡിവിഡൻഡ് yield 0.3%, 52 വീക്ക് ഹൈ 705, 52 വീക്ക് ലോ 386. സ്റ്റോക്ക് കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 6%-നടുത്ത് റിട്ടേൺ നൽകി. ഒരു മാസം കൊണ്ട് 10%-നടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 15%-ഓളം നെഗറ്റീവ് റിട്ടേണാണ് നൽകിയത്. സിർമ CGS ടെക്നോളജി എന്ന കമ്പനി ചെന്നൈ ബേസ്ഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ കമ്പനിയാണ്. പ്രധാനമായും ഇലക്ട്രോണിക്സ് മാനുഫാക്ചർ സർവീസിൽ എൻഗേജ് ആയിരിക്കുന്നു. ROE 6.8, ROCE 9.84. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 53%, പ്രോഫിറ്റ് ഗ്രോത്ത് 20%, ROE 9%-നടുത്ത്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഇയർ ഓൺ ഇയറിൽ പെർഫോമൻസ് മികച്ചതാണ്. 601 കോടിയിൽ നിന്നും 1161 കോടിയിലേക്ക് കമ്പനിക്ക് സെയിൽസ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം സെയിൽസിന് പ്രൊപ്പോർഷണലായി കമ്പനിയുടെ എക്സ്പെൻസ് ഉയർന്നതും സെയിൽസും എക്സ്പെൻസും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വലിയ വ്യത്യാസം ഇല്ലാത്തതിൻ്റെയും പശ്ചാത്തലത്തിൽ നെറ്റ് പ്രോഫിറ്റ് 28 കോടിയിൽ നിന്നും 20 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 45 കോടിയിൽ നിന്നും 20 കോടിയിലേക്കും ഇടിഞ്ഞിരുന്നു. കമ്പനിക്ക് 1435 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. പ്രൊമോട്ടേഴ്സിന് 46.8% സ്റ്റേക്ക് ഹോൾഡിംഗ്. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 12.9 നിന്നും 10.4 ഇടിഞ്ഞു. DISന് 6.45% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ്. DIS സ്റ്റേക്ക് ഹോൾഡിംഗ് 5.8 നിന്നും 6.45 ഉയർത്തുകയും പബ്ലിക്കിന് 36%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗും ഉണ്ട്. സിർമ ടെക്നോളജി എന്ന സ്റ്റോക്ക് ഇപ്പോൾ സപ്പോർട്ട് പ്രൈസിനടുത്ത് ലഭിക്കുന്നു. 700 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 400 രൂപ വരെ ഇടിയുകയും 400-നടുത്ത് സ്റ്റോക്കിനൊരു സപ്പോർട്ട് ലഭിക്കുകയും ഇപ്പോൾ 450 എന്ന റേഞ്ചിനടുത്ത് സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ W പാറ്റേൺ അല്ലെങ്കിൽ ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു പാറ്റേണും ബ്രേക്കൗട്ടും കാണാൻ സാധിക്കും. സ്റ്റോക്ക് ബ്രേക്കൗട്ട് ലെവലിനെ റീടെസ്റ്റ് ചെയ്യുകയാണ്. 480 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 475, 500 പോലുള്ള ടാർഗറ്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. 425 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം. അക്കുമുലേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച റേഞ്ച് 400. രണ്ടാമത്തെ സ്റ്റോക്ക് എക്സിക്കോം ടെലി സിസ്റ്റം ലിമിറ്റഡ്. EV ചാർജിംഗ് എന്ന എമർജിംഗ് സെക്ടറിലെ ഒരു കമ്പനിയാണ് എക്സിക്കോം ടെലി സിസ്റ്റം ലിമിറ്റഡ്. 52 വീക്ക് ഹൈ 530, 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. സ്റ്റോക്ക് ഒരു മാസം കൊണ്ട് 13% നെഗറ്റീവ് റിട്ടേൺ നൽകി. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 51% റിട്ടേൺ നൽകിയ കമ്പനിയാണ്. ROE 17.0, ROCE 24.7. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഉയർന്ന സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കാണാം. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 41%, പ്രോഫിറ്റ് ഗ്രോത്ത് 102%, ROE 12%-നടുത്ത്. ഈ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ 183 കോടിയിൽ നിന്നും സെയിൽസ് 243 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. ഓപ്പറേറ്റിംഗ് മാർജിൻ 7%-ൽ നിന്നും 12%-ലേക്ക് ഇയർ ഓൺ ഇയറിൽ കമ്പനി മെച്ചപ്പെടുത്തുകയും നെറ്റ് പ്രോഫിറ്റ് 5 കോടിയിൽ നിന്നും 22 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിൽ ഉയർത്തുകയും ചെയ്തു. ക്വാർട്ടർ ടു ക്വാർട്ടർ പെർഫോമൻസ് നോക്കിയാൽ പ്രോഫിറ്റ് 31 കോടിയിൽ നിന്നും 22 കോടിയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സിന് 69.5% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 1, DISന് 8.4% സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. 512 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ കടബാധ്യതയും കുറവാണ്. എക്സിക്കോം എന്ന സ്റ്റോക്ക് ഇപ്പോൾ ഡൗൺവേർഡ് ട്രെൻഡിലാണ്. സ്റ്റോക്കിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഡൗൺവേർഡ് ട്രെൻഡ് വളരെ കൃത്യമായി കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് ഏകദേശം അതിൻ്റെ സപ്പോർട്ട് പ്രൈസിനടുത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. 340 മുതൽ 300 വരെയുള്ള സോൺ സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് പ്രൈസാണ്. സ്റ്റാഗേർഡ് മാനറിൽ ഒരു ഹൈ ഗ്രോത്ത് സ്മാൾ ക്യാപ് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എക്സിക്കോം എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. മൂന്നാമത്തേത് ഇൻഫ്രാ സെക്ടറിലെ കമ്പനിയായ വിഷ്ണു പ്രകാശ് ആർ പുംഗലിയ ലിമിറ്റഡ്. VPRL എന്ന സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 1.5% ഇടിഞ്ഞ് 234 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 23.44, 52 വീക്ക് ലോ 141, 52 വീക്ക് ഹൈ 297, 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ഇയർടെൽ ഡേറ്റിൽ 8% റിട്ടേൺ നൽകി. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 34% റിട്ടേൺ ആണ് നൽകിയത്. ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്
ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കമ്പനി കൂടിയാണ് VPRL എന്ന കമ്പനി. കൂടാതെ കമ്പനിയുടെ ROE 23.6ഉം ROCE 24.7. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 45%, പ്രോഫിറ്റ് ഗ്രോത്ത് 86%, ROE 29%-നടുത്ത്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതേസമയം ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 657 കോടിയിൽ നിന്നും സെയിൽസ് 287 കോടിയിലേക്ക് ഇടിയുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 16%-ൽ നിന്നും 13%-ലേക്ക് ഇടിയുകയും ചെയ്തു. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് സ്റ്റാഗേർഡാണ്. 16 കോടിയിൽ നിന്നും 15 കോടിയിലേക്കാണ് മാറിയത്. അതേസമയം ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 67 കോടിയിൽ നിന്നും 15 കോടിയിലേക്ക് ഇടിഞ്ഞു. പ്രൊമോട്ടേഴ്സിന് 67% സ്റ്റേക്ക് ഹോൾഡിംഗ്, DISന് 4%, പബ്ലിക്കിന് 27% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. FISന് 1% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. VPRPL എന്ന സ്റ്റോക്കും ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്ത് ലഭിക്കുന്നുണ്ട്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 200 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസിൽ നിന്നും വന്ന ബ്രേക്കൗട്ട് സ്റ്റോക്കിനെ ഏകദേശം 280 രൂപ വരെ ഉയർത്തി. വീണ്ടും സ്റ്റോക്ക് ബ്രേക്കൗട്ട് റേഞ്ചായ 200 എന്ന ലെവലിനെ ടെസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ 225നും 200നും ഇടയിലുള്ള റേഞ്ചിൽ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. 200ന് താഴെ വരികയാണെങ്കിൽ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ വരാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.